നമസ്കാരം. HP കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് ചേരാനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീപശിഖ പ്രയാണവും സ്കൂൾ കായിക താരങ്ങളുടെ റാലിയും പ്രത്യേക അസംബ്ലിയും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് KO ഫ്രാൻസിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക CG CM സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശം സ്കൂൾ കായിക താരം അൽഫിയ ജോബി വായിച്ചു. കായികോത്സവത്തിന്റെ ദീപശിഖ കായിക താരങ്ങളായ ബിലാഷ് നായർ, എബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്ന് കൊളുത്തി. ഒളിമ്പിക്സിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പ്രസംഗം സ്കൂൾ ലീഡർ അലൻ ഷിബു അവതരിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് സിന്ധു ടീച്ചർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. മന്ത്രിയുടെ സന്ദേശം. പാരീസ് ഒളിമ്പിക്സിന്റെ ആരംഭത്തോടെ ലോകമാകെ കായിക ലഹരിയിലായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 4 വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിക്കുന്നു. 24,000 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത് മേളയാണിത്. ഇത്തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെയാണ് എറണാകുളം ജില്ലയിലാണ് സംഘടിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൗമാര താരങ്ങൾ പങ്കെടുക്കുന്ന ഈ മേള വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മോഡലില് കായികമേള നടത്തുകയാണ്. നമ്മുടെ സ്പോർട്സ് ഒക്കെ നടത്താറില്ലേ എല്ലാ വർഷവും, ആനുവൽ സ്പോർട്സ് ഒക്കെ നടത്താറുണ്ട്. അതുപോലെ ഈ വർഷം മുതൽ ഒളിമ്പിക്സ് മോഡലിലുള്ള സ്പോർട്സ് ആണ് നമ്മൾ നടത്തുന്നത്. നവംബർ മാസം മുതൽ സംസ്ഥാന തലത്തിൽ നടത്തും. അതിനു മുമ്പായിട്ട് നമുക്ക് മഴയൊക്കെ മാറി ഓഗസ്റ്റ് സെപ്റ്റംബറിലോടുകൂടി ഏകദേശം അതിനു മുമ്പായിട്ട് നമ്മുടെ സ്കൂൾ തലത്തിലൊക്കെ കായികമേളകൾ നടത്താം. നമ്മുടെ സ്പോർട്സ് ഒക്കെ അതിനു മുമ്പ് നടത്തും. നവംബറിൽ സ്റ്റേറ്റ് മത്സരം നടക്കുവാണെങ്കിൽ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ അസംബ്ലിയിൽ വായിക്കാനുമായിട്ട് നമുക്ക് സർക്കുലർ ഉണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഏകദേശം 24,000 കായിക താരങ്ങള് പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന കായിക ഉത്സവമാണ് എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. ആ മേളയില് നമ്മുടെ കുട്ടികൾക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ, ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ സ്കൂൾ